പ്രൈസ് ദി ലോർഡ്. അവർ ജീസസ് ലിവ്സ് വെബ്സൈറ്റിൻ്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് പാസ്റ്റർ VT എബ്രഹാമാണ്. അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലബാർ ഡിസ്ട്രിക്ട് കൗൺസിൽ സൂപ്രണ്ടും സൗത്ത് ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിക്കുന്നു. കർത്തദാസൻ UK-യിലെത്തി നമ്മളോടൊന്നിച്ച് അല്പസമയം ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പാസ്റ്ററിനെ ഹാർദവുമായി ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മുഖാമുഖ പരിപാടിയുടെ ചിന്താവിഷയം ക്രിസ്തീയ ജലസ്നാനം അഥവാ വാട്ടർ ബാപ്റ്റിസമാണ്. വിവിധ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ ഇടയിൽ നിലവിലിരിക്കുന്ന വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ പുതുതായി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വിശ്വാസിയിൽ സ്വാഭാവികമായും ഉണ്ടാക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ ദൂരീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ വിഷയത്തിൽ ബൈബിൾ എന്തു പറയുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അവർ ജീസസ് ലിവ്സ് വെബ്സൈറ്റ് പ്രോഗ്രാം തയ്യാറാക്കുന്ന ക്രിസ്തീയ ജലസ്നാനം എന്ന ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുവാൻ അത്യുന്നതനായ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ അവസരത്തിന് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുന്നതോടൊപ്പം ആയിരങ്ങൾക്ക് പ്രയോജനപ്രദമാം വിധം വിശുദ്ധ ബൈബിളിലെ തിരുവചന സത്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഈ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന പാസ്റ്റർ രഞ്ജിത്ത് അമ്പനാട്ടിനുള്ള എൻ്റെ പ്രത്യേക അഭിവാദനങ്ങൾ ഈ സമയം ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് എന്നെ സസന്തോഷം സ്വാഗതം ചെയ്ത ബ്രദർ ജെയിംസിനും എൻ്റെ അഭിവാദനം. ക്രിസ്തീയ ജലസ്നാനം എന്നാൽ എന്ത്? അതിനെപ്പറ്റി പാസ്റ്റർ ഒന്ന് വിശദീകരിക്കാമോ? ജെയിംസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ക്രിസ്തീയ ജലസ്നാനത്തെക്കുറിച്ച് തിരുവെഴുത്ത് വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു? ഈ ക്രിസ്തീയ ജലസ്നാനം എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു അവരോട് പറഞ്ഞു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാടും നിങ്ങളോട് കൂടെയുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ മഹാനിയോഗമാണ് ആ വേദഭാഗം. ആ മഹാനിയോഗത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കൽപ്പനയാണ് യേശു ശിഷ്യഗണത്തിന് നൽകിയത്. സുവിശേഷം പ്രസംഗിക്കണം. ആ സുവിശേഷത്തിൽ ജലസ്നാനവും ഉണ്ട്. ഇറ്റ് ഈസ് ഇൻസെപ്പറബിൾ. ഇത് വേർതിരിക്കാൻ കഴിയുന്നതല്ല. എവിടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ആ സുവിശേഷത്തിൽ ജലസ്നാനവുമുണ്ട്. ഇതേ ക്രിസ്തുവിന്റെ പ്രസ്താവന മർക്കോസ് എന്ന സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിലും മർക്കോസ് 16 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. 16-ാം വാക്യത്തിൽ മർക്കോസ് 16:16 അവിടെ നാം വായിക്കുന്നു, യേശു പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ ക്രിസ്തീയ ജലസ്നാനം എന്നുള്ളത് ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലാണ്. ഇത് ഒരു കൽപ്പനയാണ്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലെ പകുതിയിലേറെ ലേഖനങ്ങൾ എഴുതുവാൻ ദൈവം ഉപയോഗിച്ച ദൈവപുരുഷനാണ്. പൗലോസ് ഇതിനെക്കുറിച്ച് തെളിവായ പഠിപ്പിക്കൽ നമുക്ക് നൽകുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു. 2, 3, 4 വാക്യങ്ങൾ പൗലോസ് പറയണം, പാപസംബന്ധമായി മരിച്ച
ഒരു വ്യക്തി ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പാപത്തിന് മരിക്കുന്നു. അവൻ ജീവിക്കുന്നുണ്ട് ആത്മാവ് ദൈവ വിഷയമായി, അല്ലെങ്കിൽ ആത്മാവിൽ അവൻ ജീവിക്കുന്നു, ആത്മീകമായി ജീവിക്കുന്നു. പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തോടുള്ള ബന്ധത്തിൽ ഒരു മരണം സംഭവിക്കുകയാണ് ഒരു വ്യക്തി ക്രിസ്തുവിലായി തീരുമ്പോൾ. അപ്പോൾ പൗലോസ് പറയുകയാണ്, പാപസംബന്ധമായി മരിച്ച വ്യക്തി പിന്നെ പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? പറ്റില്ല. പാപസംബന്ധമായി മരിച്ച വ്യക്തി ഇനി പാപത്തിൽ ജീവിക്കുന്നത് എങ്ങനെ? എന്നിട്ട് പൗലോസ് പറയണം, അല്ല, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പോൾ ക്രിസ്ത്യൻ ബാപ്റ്റിസം ഈസ് ദ ഇമേഴ്സൺ ഓഫ് എ ബിലീവർ ഇൻ വാട്ടർ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ക്രിസ്തീയ ജലസ്നാനം എന്നുള്ളത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു ക്രിസ്തു വിശ്വാസി വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യപ്പെടുകയാണ്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഒബീഡിയൻസ് symbolizing the believer's faith in a crucified, buried, and risen Savior. The believer's death to sin, burial of the old life, and resurrection to walk in the newness of life. സ്നാനം എന്നുള്ളത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് നമ്മുടെ നീതീകരണത്തിനായി അടക്കപ്പെട്ട് മൂന്നാം നാൾ കല്ലറകളെ വിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ചേരുവാനാണ്. ആ യേശുവിൻ്റെ മരണത്തിൽ മരണത്തിലും അടക്കത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും അതിനോടുള്ള നമ്മുടെ പ്രതീകാത്മകമായ അനുസരണമാണ് ക്രിസ്തീയ ജലസ്നാനം എന്നുള്ളത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തൻ്റെ പാപം സംബന്ധമായി മരിക്കുന്നു. ആ പഴയ മനുഷ്യനെ കൊണ്ടുപോയി വെള്ളത്തിൽ അടക്കം ചെയ്യുന്നു. ആ വെള്ളത്തിൽ നിന്ന് സ്നാനമേറ്റ് പുറത്തേക്ക് വരുന്ന വ്യക്തി ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ഒരു പുതുമനുഷ്യനായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ക്രിസ്തീയ ജലസ്നാനത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യത ഇവിടെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ക്രിസ്തീയ ജലസ്നാനം എന്നുള്ളത് ഇത് ദൈവത്തിൻ്റെ നീതിയുടെ ഒരു നിർവഹണമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റ വിധം യോഹന്നാൻ മത്തായി സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. യേശു ഗലീലയിൽ നിന്ന് യോർദാനോളം നടന്നു വന്നു. യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യേശു സ്നാനമേൽക്കുകയാണ്. സൃഷ്ടാവ് സൃഷ്ടിയുടെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ വന്നപ്പോൾ സ്വാഭാവികമായും സൃഷ്ടിയായ സ്നാപക യോഹന്നാൻ അല്പം ഒന്ന് മടിച്ചു. കാരണം യേശുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല, അവനോ വളരണം ഞാനോ കുറയണം. ഇതായിരുന്നു യോഹന്നാൻ അപ്പോസ്തലന്റെ ക്രിസ്തീയ ദർശനം. ആ യോഹന്നാൻ അപ്പോസ്തലൻ സ്നാപക യോഹന്നാന്റെ ക്രിസ്തീയ ദർശനം. സ്നാപക യോഹന്നാൻ അതിന് വിസമ്മതിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. നമ്മുടെ കർത്താവും ഗുരുവുമായ യേശു ഒരു തൻ്റെ സൃഷ്ടിയുടെ കൈക്കീഴിൽ സ്നാനമേറ്റ് ദൈവത്തിൻ്റെ നീതി നിവർത്തിപ്പാൻ തയ്യാറായെങ്കിൽ, അത്ര താഴ്ച ധരിപ്പാൻ അവിടുന്ന് തയ്യാറായെങ്കിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കുക എന്നുള്ളത് ഒരു അഭിമാനമായിട്ടാണ് കാണേണ്ടത്.
അതൊരു കുറച്ചിലല്ല. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അനേകരും യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ കർത്താവെന്നും ദൈവമെന്നും അംഗീകരിച്ച് ജീവിപ്പാൻ തയ്യാറാണ്. ക്രിസ്തീയ ജലസ്നാനം എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ പലരും അതിൽ നിന്ന് മടിച്ചു നിൽക്കുന്ന ഹൃദയഭേദകമായ ദുഃഖകരമായ ഒരു കാഴ്ച കാണുവാൻ കഴിയും. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സ്നാനം. ഇത് ദൈവത്തിൻ്റെ നീതി നാം ഇവിടെ പാപികളും യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേറ്റതിനാൽ ദൈവത്തെ മഹത്വീകരിച്ചു. എന്നാൽ അവിടെ എടുത്തു പറയുന്നുണ്ട് അതിൻ്റെ 29-ാം വാക്യത്തിൽ 30-ാം വാക്യത്തിൽ, ലൂക്കോസ് 7:30, എന്നാൽ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് തന്നെ വൃഥാവാക്കി കളഞ്ഞു. അപ്പോൾ സ്നാനം ദൈവത്തിൻ്റെ ആലോചനയാണ്. മാത്രമല്ല, നമ്മൾ ഒന്ന് പത്രോസിന്റെ ലേഖനം, പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് പറഞ്ഞത് മാത്രമല്ല, പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 3:20 നാം കാണുന്നു. പത്രോസ് പറയുകയാണ്, നോഹയുടെ കാലത്തെ ജലപ്രളയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് പറയണം, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇത് സ്നാനത്തിന് ഒരു മുൻകുറിയാണ്. ഇതൊരു ആന്റി ടൈപ്പായിട്ട് പത്രോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് സ്നാനത്തിന് ഒരു മുൻകുറിയാണ്. എന്നിട്ട് പത്രോസ് അതിനെ കുറിച്ച് പറയുന്ന ബാക്കി ഭാഗം അവിടെ നാം കാണുന്നു. പത്രോസ് പറയുകയാണ്, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. നാം ദിവസം നമ്മുടെ ശരീരത്തിന്റെ അഴുക്ക് കളയാൻ കുളിക്കാറുണ്ട്. അതിനെ സ്നാനം എന്ന് പറയാം. പക്ഷേ അതെടുത്തു പറയുകയാണ്, ഇത് ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടുള്ളതല്ല. അവിടെ പറയുന്നത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ ഇരിക്കുന്നത്. അപ്പോൾ ദൈവത്തോടൊരു നല്ല മനസാക്ഷി, ഒരു ഗുഡ് കോൺഷ്യൻസ്, നല്ല പ്രാഗൽഭ്യം നാം പ്രാപിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. മാത്രമല്ല, ഗലാത്യ ലേഖനം 3:27 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നുമില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണുമെന്നില്ല, നാം എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ, ക്രിസ്തുവിനോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായി, ദൈവത്തിൻ്റെ നീതിയുടെ നിർവഹണമായി, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുന്നത്, കർത്താവിൻ്റെ കൽപ്പന നാം അനുസരിക്കുക, ക്രിസ്തുവിൻ്റെ കൽപ്പനയാണിത്. അപ്പോൾ സ്നാനം എന്നുള്ളത് ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കുകയാണ് നാം ചെയ്യുന്നത്. മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും നാം താതാത്മ്യപ്പെടുകയാണ്. പ്രതീകാത്മകമായുള്ള അനുസരണമാണ് ക്രിസ്തീയ ജലസ്നാനം എന്നുള്ളത്. അടുത്ത ചോദ്യം, ആരാണ് സ്നാനപ്പെടേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യക്തിയാണ് സ്നാനപ്പെടേണ്ടത്? ആരാണ് സ്നാനപ്പെടേണ്ടത് എന്നുള്ളതാണ് ബ്രദർ ജെയിംസ് ചോദിച്ചത്. വിശുദ്ധ ബൈബിൾ അതിന് നൽകുന്ന മറുപടി അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവം യെരൂശലേമിൽ നടന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ ഗണങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ
യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ 120 പേർ വരുന്ന ഒരു സംഘം പരിശുദ്ധാത്മ പ്രാപണത്തിന് വേണ്ടി അവർ യെരുശലേമിൽ മർക്കോസിന്റെ മാളിക മുറി എന്നറിയപ്പെടുന്ന സെഹിയോൻ മാളിക മുറിയിൽ കൂടിയിരിക്കുകയാണ്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് 10 ദിവസത്തിന് ശേഷം 10 നാൾ ഇവർ കാത്തിരുന്നു. അവരുടെ മേൽ പരിശുദ്ധാരൂപി വന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ പരിശുദ്ധാത്മാ നിറവും അഭിഷേകവും പ്രാപിച്ചു. ഈ സംഭവം നടക്കുമ്പോൾ യെരുശലേമിൽ യഹൂദന്മാരുടെ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുകയാണ്. പെരുന്നാളിന് കൂടി വന്ന 18ഓളം ഭാഷക്കാരായ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച വ്യക്തികൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ഈ ജനമെല്ലാം ഈ ദൈവപ്രവൃത്തി കേട്ട് ആ ശിഷ്യഗണം കൂടിയിരുന്ന സ്ഥലത്തിന് ചുറ്റും എത്തി. അപ്പോൾ ചിലർ പറഞ്ഞു, ഇവർ ഗലീലക്കാരല്ലയോ? പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷകൾ ഇവർ സംസാരിക്കുന്നത് എങ്ങനെ? മറ്റു ചിലർ പറഞ്ഞു, ഇവർ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുക. ഈ സമയം പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ ജനത്തോട് പ്രസംഗിച്ചു, ഇത് ലഹരി പിടിച്ചതല്ല, യോവേൽ എന്ന പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയാണിത്. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ അയച്ചു തന്നു. ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തെ ഈ ജനം ആരാധിച്ചു. തുടർന്ന് പത്രോസ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ആ ജനത്തോട് പറഞ്ഞു. ഈ സന്ദേശം കേട്ടപ്പോൾ 37 വാക്യത്തിൽ വായിക്കുന്ന, ഇത് കേട്ടിട്ട് അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് അവർക്ക് നൽകുന്ന മറുപടി ഇതാണ്: റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ്. നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളത് എന്ന് യേശു പറഞ്ഞു. അവിടെ എടുത്തു പറയത്തക്ക, അടിവരയിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വാക്കിതാണ്: നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പി. അപ്പൊ ആരാണ് സ്നാനമേൽക്കേണ്ടത് എന്ന് അവിടെ തന്നെ ഉത്തരവുണ്ട്. മാനസാന്തരപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. പാപത്തെ, മാനസാന്തരം എന്നാൽ എന്താ? പാപത്തെക്കുറിച്ചുള്ള ഹൃദയംഗമായ പശ്ചാത്താപം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് എന്നുള്ള ആ തിരുവചന സത്യത്തിന് നേരെ കണ്ണ് തുറക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിക്ക് പാപബോധം പരിശുദ്ധാത്മാവ് നൽകുക വഴി ആ വ്യക്തി അങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്. പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് പാപവഴികളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് മനം തിരിയുക. ഇതാണ് മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയെങ്കിൽ മാനസാന്തരപ്പെട്ടവരാണ് സ്നാനപ്പെടേണ്ടത്. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടവർ, മാനസാന്തരപ്പെട്ടവർ, അവരെ സ്നാനപ്പെട്ടതായിട്ടാണ് തിരുവെഴുത്ത് നാം കാണുന്നത്. ഇനി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരാം. 8-ാം അധ്യായത്തിൽ യെരുശലേം സഭയിൽ ഒരു ഡീക്കനായിരുന്ന വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസ് ശമരിയിൽ പോയി വലിയ സുവിശേഷ പ്രസംഗം നടത്തുകയാണ്. 8-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നിന്ന് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: ദൈവവചനം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ സ്നാനമേറ്റു, സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേറ്റു എന്നവിടെ വായിക്കും. അടുത്ത ഭാഗം പറയുന്നില്ല, ശീമോൻ താനും വിശ്വസിച്ചു സ്നാനമേറ്റു. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് വിശ്വസിച്ചവർ സ്നാനമേറ്റതായിട്ടാണ്.
ക്രിസ്തുവിൽ വിശ്വസിച്ചവർ, ക്രിസ്തുവിലുള്ള വിശ്വാസം കൈക്കൊണ്ടു. ഇത് അല്പം കൂടെ തെളിവായി നമുക്കതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഫിലിപ്പോസ് ശമരിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നു. അനേകർ സ്നാനമേറ്റു. ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ തെക്കോട്ട് ഗസയ്ക്കുള്ള നിർജ്ജനമായ ദേശത്തേക്ക് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഫിലിപ്പോസ് തെക്കോട്ട് ഗസയ്ക്കുള്ള നിർജ്ജനമായ ദേശത്തേക്ക് പോയി. ഫിലിപ്പോസ് പോകുമ്പോൾ യെരുശലേമിൽ നിന്ന് ആരാധിപ്പാൻ പോയിട്ട് തൻ്റെ തേരിൽ യാത്ര ചെയ്തു വരുന്ന എത്യോപ്യ രാജ്യത്തിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പിന് മേൽവിചാരകനായ ഒരു എത്യോപ്യൻ, ഒരു ഷണ്ണൻ, ആ തേരിലിരുന്ന് തേരിൽ യാത്ര ചെയ്യുകയാണ്. ഈ ഷണ്ണൻ യെരുശലേമിൽ ആരാധനയ്ക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ തേരിലിരുന്നു കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ വായിക്കുകയാണ്. താൻ വായിച്ചത് ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ആ തേരിനോട് അടുത്ത് നടക്കുക. ഫിലിപ്പോസ് ആ തേരിനോട് അടുത്ത് നടന്നു. അപ്പോൾ അവൻ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം ഫിലിപ്പോസ് കേട്ടു. അതിങ്ങനെ യെശയ്യാപ്രവചനത്തിലെ ഒരു ഭാഗമായിരുന്നു. വായിച്ച്, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി, രോമം കത്തറിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന ആടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ എന്നുള്ള ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പ്രവചന ഭാഗം യേശുവിന്റെ ജനനത്തിന് ഏകദേശം 700-ലപ്പുറം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവിൽ കൂടെ ദൈവം അരുളി ചെയ്തത് എഴുതി വെച്ച ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഭാഗമാണ് വായിച്ചു കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് കേട്ട് ഫിലിപ്പോസ് ഷണ്ണനോട് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നോ? അപ്പോൾ ഷണ്ണൻ പറഞ്ഞു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ഫിലിപ്പോസ് അതിന്റെ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ സന്നദ്ധനായി. ഷണ്ണൻ തേരിൽ നിർത്തി ഫിലിപ്പോസിനെ തേരിലേക്ക് കയറ്റി. അപ്പം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഫിലിപ്പോസ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി. എന്നിട്ട് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ അവർ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയുക, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം? അപ്പൊ ശ്രദ്ധിക്കണം, ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഇങ്ങനെ അവർ വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അവൻ സുവിശേഷത്തിൽ എന്തുണ്ട്? സ്നാനമുണ്ട്. അവൻ ഉടനെ ഷണ്ണൻ തേര് നിർത്താൻ കൽപ്പിച്ചു. തേര് നിർത്തി ഇരുവരും വെള്ളത്തിലേക്ക് ഇറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ ഫിലിപ്പോസ് ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട്. 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഷണ്ണൻ ഫിലിപ്പോസിനോട് പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം? അന്നേരം ഫിലിപ്പോസ് പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിലാകാം. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞവൻ, ദൈവപുത്രനായി കൈക്കൊണ്ടവൻ, വിശ്വാസം ഏറ്റുപറഞ്ഞവനെയാണ് ഫിലിപ്പോസ് അവിടെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2:37 മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടുന്നു. 8:12 വിശ്വസിച്ച സ്ത്രീകളും പുരുഷന്മാരും സ്നാനപ്പെടുന്നു. 8:37 ഈ ഷണ്ണൻ സാധാരണ, ഹീസ് നോട്ട് എൻ ഓർഡിനറി മാൻ, അവനൊരു സാധാരണക്കാരനല്ല, ഹീസ് എൻ ഹൈ പ്രൊഫൈൽ പേഴ്സൺ. അതായത് എത്യോപ്യ രാജ്യത്തിലെ ഒരു ഫൈനാൻസ് മിനിസ്റ്ററുടെ സ്റ്റാറ്റസിലുള്ള വ്യക്തിയാണ് ആ വ്യക്തി. അപ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ്
സ്നാനപ്പെടുന്നതായി കാണും. ഇനി ഒരു കാര്യത്തോടെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തൻ്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു വിശ്വസിച്ചു സ്നാനമേറ്റു. ശ്രദ്ധിക്കണം, ആ വാക്യം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു വിശ്വസിച്ചു സ്നാനമേറ്റു. ബൈബിൾ സത്യത്തിൽ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം ഏറ്റുപറഞ്ഞവർ, വിശ്വസിച്ചവർ, ക്രിസ്തുവിലേക്ക് മനം തിരിഞ്ഞു വന്നവർ, അവർ സ്നാനപ്പെടേണ്ടതായിട്ടാണ് ബൈബിൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. ബൈബിളിന്റെ പഠിപ്പിക്കൽ അത്ര ക്രിസ്റ്റൽ ക്ലിയറാ. പക്ഷെ മനുഷ്യൻ അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നുള്ളതാണ്. ഇത് ക്രിസ്റ്റൽ ക്ലിയറായി ഒരു പഠിപ്പിക്കലാണ്. ആർക്കും പ്രതിവാദമില്ലാതിരിക്കുന്ന ഒരു പഠിപ്പിക്കലാണ്. പിന്നെ അതിന് വിപരീതമായ പഠിപ്പിക്കലുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായത് അത് സാത്താൻ്റെ ഒരു തന്ത്രമാണ്. അത് നാം തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്ന ആരാണ് സ്നാനപ്പെടേണ്ടത്? മാനസാന്തരപ്പെട്ടവർ, അവൻ്റെ വചനം കൈക്കൊണ്ടവർ സ്നാനമേറ്റു. കൈക്കൊണ്ടവർ സ്നാനമേറ്റു എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി 2:41 നാം കാണുന്നുണ്ട്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ. 2:37. 2:41 നാം വായിക്കുന്നത് അവന്റെ വചനം കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ സഭയൊടിച്ചു. അപ്പൊ ആ ജനമാരാ? ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടവർ, വചനം സ്വീകരിച്ചവർ. അപ്പോൾ നാം അപ്പോസ്തല പ്രവൃത്തി 8:12, 37 ഒക്കെ വാക്യങ്ങൾ നാം വായിക്കുന്നത് വിശ്വസിച്ചവർ. 18:8 നാം വായിക്കുന്നു, പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ടു വിശ്വസിച്ചു. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾവി ഉണ്ടാകും. കേൾവി ദൈവത്തിന്റെ വചനമാണ്. ബൈബിളിന്റെ പ്രസ്താവന ഇതിനോട് ഒത്തുവരികയാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പം ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ആ കേൾവി, അത് കേട്ടവർ, വിശ്വസിച്ചവർ സ്നാനമേറ്റു. അപ്പൊ അതിന്റെ മറുപടി വളരെ ലളിതമാണ്. മാനസാന്തരപ്പെട്ടവർ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞവർ, അവിടുത്തെ വചനം കൈക്കൊണ്ടവർ, ഇവരാണ് സ്നാനപ്പെടേണ്ടത്. പാസ്റ്റർ, അടുത്ത ചോദ്യം, ശിശു സ്നാനത്തെ പറ്റി ദൈവവചന കാഴ്ചപ്പാട് എന്താണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ജെയിംസ് ചോദിച്ചത് ശിശു സ്നാനത്തെ പറ്റി ദൈവവചന കാഴ്ചപ്പാട് എന്താണ്. ശിശു സ്നാനത്തെ പറ്റി ദൈവവചനത്തിൽ ഒരു കാഴ്ചപ്പാടും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ നേരിട്ടുള്ള ഉത്തരം. ജെയിംസ് ചോദിച്ച ചോദ്യത്തിന്റെ പിൻപിലുള്ള കാരണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെ നാം ചിന്തിച്ചു കൊണ്ടിരുന്നതിന് നേർവിപരീതമായി ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന രീതി ചില സഭാവിഭാഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചോദ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിലോ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിലോ ഒന്നും ശിശുക്കളെ സ്നാനപ്പെടുത്താൻ യാതൊരു വ്യവസ്ഥയും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, ആദിമ നൂറ്റാണ്ടിൽ 1, 2, 3 നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ദൈവസഭ ചരിത്രം പരിശോധിച്ചാൽ വിശ്വസിച്ചവരെ, മാനസാന്തരപ്പെട്ടവരെ, ദൈവവചനം കൈക്കൊണ്ടവരെ സ്നാനം കഴിപ്പിച്ച രീതിയായിരുന്നു നിലവിലുണ്ടായിരുന്നു. എന്നാൽ 3-ാം നൂറ്റാണ്ട് മുതൽ ശിശുക്കളെയും വെള്ളത്തിൽ മുക്കി സ്നാനം കഴിപ്പിക്കാൻ തുടങ്ങി. അതേ തുടർന്ന് കുറെ കഴിഞ്ഞപ്പോൾ റോമൻ കത്തോലിക്ക സഭ
ശിശുക്കളെ സ്നാനം കഴിപ്പിക്കുന്ന, അതും സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം, വെള്ളം തളിച്ചുള്ള സ്നാനപ്പെടുത്തൽ സാർവത്രികമാക്കി. ആ ശിശു സ്നാനം സഭ അവലംബിക്കുകയുണ്ടായി. അവർ മാത്രമല്ല, പിൽക്കാലത്ത് ലൂതറൻ സഭ, പല ഇവാഞ്ചലിക്കൽ സഭകളും ശിശു സ്നാനം അവലംബിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ ഏറ്റവും രസാവകമായ ഒരു വസ്തുത എന്നുള്ളത്, ഈ ശിശുക്കളെ സ്നാനപ്പെടുത്തുമ്പോൾ അംഗത്വവും രക്ഷയുമെല്ലാം ഈ സ്നാനത്തിനൊപ്പം നൽകുന്ന ഒരു രീതി വന്നിരിക്കുകയാണ്. അവർക്ക് അംഗത്വം ഒപ്പം അതോടൊപ്പം തന്നെ അവരുടെ ആത്മാവിൻ്റെ രക്ഷ സഭ നൽകുകയാണ്, അല്ലെ അവർ അംഗീകരിക്കുക. അതിൻ്റെ പൊരുൾ എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നില്ല. മാനസാന്തരത്തിന് ഒരു പ്രസക്തിയില്ല അവിടെ. ഒരു വ്യക്തി സഭയോട് അംഗമായി ചേരുന്നതിലോ സഭ ആ വ്യക്തി സ്നാനം വഴി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ പിൻപിൽ മാനസാന്തരത്തിന് ഒരിടവും കാണുന്നില്ല. ലോജിക്കലി ആൻഡ് ബിബ്ലിക്കലി ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ബേസ്ലെസ്. യുക്തിപരമായി ചിന്തിച്ചാലും ബൈബിൾ പരമായി ചിന്തിച്ചാലും ഇതിന് യാതൊരു അടിസ്ഥാന ന്യായീകരണവും കാണാൻ കഴിയുന്നില്ല. അതിനിടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റതായി പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അവർ സ്നാനമേറ്റ് കാണുമല്ലോ. ബ്രദർ ജെയിംസിന്റെ ആ ചോദ്യം വളരെ തന്ത്രപൂർവമായ ഒരു ചോദ്യമാണ്. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റു, അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അവരും സ്നാനമേറ്റ് കാണില്ലേ എന്ന് ചോദിച്ചാൽ തിരിച്ചറിവ് പ്രാപിക്കാത്ത കുഞ്ഞുങ്ങൾ സ്നാനമേറ്റ് കാണില്ല എന്നുള്ളതാ തർക്കമറ്റ ഉത്തരം. നാം വായിക്കുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 16-ലാണ് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റത് നാം കാണുന്നത്. അതിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളിലാണ് പൗലോസ് അപ്പോസ്തലനോട് കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം വിശ്വസിക്കണം. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആരംഭം വിശ്വാസമാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്, ക്രിസ്തുവിൻ്റെ ബലിമരണത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അത് കേട്ട് പൗലോസ് ഈ കാരാഗ്രഹ പ്രമാണിയോടും കുടുംബത്തോടും യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അന്ന് രാത്രിയിൽ തന്നെ താനും തനിക്കുള്ളവരെല്ലാം സ്നാനമേറ്റു എന്നാണ് വായിക്കുന്നത്. താനും തനിക്കുള്ളവരെല്ലാം. ബ്രദർ ജെയിംസിന്റെ ചോദ്യം ന്യായമായി, അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നിരിക്കില്ലേ, അവരും സ്നാനമേറ്റ് കാണില്ലേ എന്നുള്ളതാണ്. പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 34-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചതിൽ സ്നാനമേറ്റ ഇവരെ കുറിച്ച് വായിക്കുക, കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുക, ദൈവത്തിൽ വിശ്വസിച്ചതിൽ അവർ വീടടക്കം ആനന്ദിച്ചു. അപ്പം ആരാ ആനന്ദിച്ചത്? ദൈവത്തിൽ വിശ്വസിച്ചവർ വീടടക്കം ആനന്ദിച്ചു. മാത്രമല്ല, കുടുംബം എന്ന ആ ഒരു പ്രയോഗം കൊണ്ട് അവിടെ കുഞ്ഞുങ്ങൾ കാണില്ലേ, അവരും സ്നാനപ്പെട്ടിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ ഞാനൊരു മറുകുസൃതി ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. 2 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. ദാവീദിന്റെ ഗ്രഹം മേൽക്ക് മേൽ ബലപ്പെട്ടും ശൗലിന്റെ ഗ്രഹം നാൾക്ക് നാൾ ക്ഷയിച്ചും പോന്നു. അവൻ ദാവീദിന്റെ ഗ്രഹവും ശൗലിന്റെ ഗ്രഹവും തമ്മിൽ അനേക വർഷങ്ങൾ യുദ്ധം നടന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അവർ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു.
നോ. അപ്പോൾ അത് യാതൊരുവിധ ന്യായീകരണവുമില്ലാത്ത ഒരു ചോദ്യമാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ അതായിരിക്കാം ജെയിംസും ചോദിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർത്ത് പറയാം, ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും എത്ര പുരുഷായുസ് ഗവേഷണം നടത്തിയാലും ഒരു ശിശുവിനെ സ്നാനപ്പെടുത്തുവാൻ, ശിശു സ്നാനത്തെ സംബന്ധിച്ച ഒരു ചെറിയ തെളിവ് പോലും നമുക്കിന്ന് ലഭ്യമായി ബൈബിളിൽ നിന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ശിശു സ്നാനം എന്നുള്ളത് അത് ദൈവവചനത്തിന് പുറത്ത്, ദൈവവചനത്തിന് വിരുദ്ധമായി പിൽക്കാലത്ത് സഭ സൗകര്യപൂർവം സഭയുടെ അനേക സഭാവിഭാഗങ്ങളുടെ സൗകര്യാർത്ഥം അവർ നടപ്പിൽ വരുത്തിയ ഒരു നടപടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിരിക്കുന്നു. അടുത്ത ചോദ്യം, യേശുവിൽ വിശ്വസിക്കുന്നവർ ഏത് നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു യേശു നാമത്തിൽ സ്നാനപ്പെടുത്തതിനെ പറ്റി. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ക്രിസ്തീയ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അധികാരത്തിലാണ്. ഇറ്റ് ഈസ് ഇൻ ദ അതോറിറ്റി ഓഫ് ദ നെയിം ഓഫ് ജീസസ് or on his command, according to Matthew 28:19. ക്രിസ്തീയ സ്നാനം നടപ്പിലാക്കേണ്ടത് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരത്തിലാണ്. അല്ലെങ്കിൽ യേശു എന്ന് പറഞ്ഞാൽ യേശു കൽപ്പിച്ചതുപോലെ. യേശു പറഞ്ഞത് യേശുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ കമാൻഡ്, യേശുവിന്റെ കൽപ്പന, യേശു കൽപ്പിച്ചതുപോലെയാണ് ചെയ്യേണ്ടത്. അവിടെയും സംശയത്തിന് യാതൊരു പഴുത് ഞാൻ കാണുന്നില്ല. യേശുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരത്തിൽ, ഓർ upon his command, യേശുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ. യേശു എന്താ കൽപ്പിച്ചത്? യേശുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനം നാം കാണുന്നത് മത്തായി 28:19. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് സ്നാനപ്പെടുത്തേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അത് യേശു അപ്പോൾ ഹിസ് കമാൻഡ് ഇൻ ദി അതോറിറ്റി ഓഫ് ദ നെയിം ഓഫ് ജീസസ്. അതാണ് അതിന്റെ ശരിയായ മനസ്സിലാക്കൽ. അടുത്ത ചോദ്യം, സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകില്ലേ? ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടതായി പറയുന്നില്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ചോദ്യം തന്നെയാണ് ബ്രദർ ജെയിംസ് ഇപ്പോൾ ചോദിച്ചത്. ക്രൂശിലെ കള്ളൻ സ്നാനമേറ്റില്ലല്ലോ. യേശുവിനോട് പറഞ്ഞില്ലേ, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ക്രൂശിലെ കള്ളന് സ്നാനപ്പെടാൻ ഒരവസരം ലഭിച്ചില്ല എന്നുള്ളതാണ്. മരണാസന്നരായി രോഗക്കിടക്കയിലായിരിക്കുന്നവർ, ക്രൂശിലെ കള്ളൻ, ഇവർക്കൊന്നും സ്നാനപ്പെടാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അപ്പോൾ അവർ സ്വർഗത്തിൽ പോകില്ലേ എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ അവർക്ക് സ്വർഗപ്രവേശനം ദൈവം നിഷേധിക്കുമെന്ന് നമുക്ക് കരുതാൻ ന്യായമില്ല. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾ, തിരിച്ചറിവില്ലാത്ത കുഞ്ഞുങ്ങൾ. അവർ മരിച്ചാൽ അവർ നരകത്തിൽ പോകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് മർക്കോസ് വിശേഷം 10:13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്.
ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും അതിലൊരു നാളും കടക്കുകയില്ല. എന്നാൽ സ്നാനമേൽക്കാനുള്ള ഒരു ഒഴിവ് കഴിവ് ആയിട്ട് ഈ ചോദ്യത്തെ പലരും അവലംബിക്കാറുണ്ട്. ഇവിടെ എനിക്ക് തീർത്ത് പറയാനുള്ളത്, നാം കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൻ്റെ പിൻപിലുള്ള നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരിക്കണ്ടേ? ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരിക്കണ്ടേ? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ലവ് മാറ്റർ. ഇത് സ്നേഹത്തിന്റെ വിഷയമാണ്. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇറ്റ് ഈസ് എ ലവ് മാറ്റർ. ഇത് സ്നേഹത്തിന്റെ വിഷയമാണ്. ഇനി ഞാൻ ബ്രദർ ജെയിംസിനോട് എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു മാസത്തിനപ്പുറം ഞാൻ എൻ്റെ അപ്പനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ പിതാവിന് 82 വയസ്സുണ്ട്. അവര് തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം താമസിക്കും. അപ്പം ഞാൻ ഫോൺ വിളിച്ച് എൻ്റെ അമ്മയെ ആണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. അമ്മയോട് ചോദിച്ചു, വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം ചോദിച്ചു, ഫാദർ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചപ്പം ചോദിച്ചു എന്ത് ചെയ്യാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫോൺ അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു. എനിക്കറിയാം എൻ്റെ അപ്പൻ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, ഭൂമിയിലേക്കും വെച്ചൊരു പരമസാധുവായ വിശുദ്ധനായ മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, ബൈബിൾ എത്രാമത്തെ പ്രാവശ്യം ഇപ്പോൾ വായിച്ചു തീർന്നു? 53 പ്രാവശ്യം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എൻ്റെ പിതാവ് ബൈബിൾ മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞു. 54-ാമത്തെ പ്രാവശ്യം അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തമാശന് ചോദിച്ചു, വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ തമാശനിങ്ങനെ ചോദിച്ചു. പക്ഷേ ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക, എന്തിനാ ഇത്ര മണിക്കൂറുകൾ എടുത്ത് ഈ തിരുവചനം ഇങ്ങനെ വായിക്കുന്നത്, പഠിക്കുന്നത്? ഒത്തിരി വായിച്ചില്ലേ, പിന്നെ ഇപ്പം കുറെ റിലാക്സ്ഡ് ആയിരിക്കാൻ പറ്റില്ലേ? അപ്പം എൻ്റെ ഫാദർ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാനേ സാധ്യതയുള്ളൂ. പക്ഷെ ആ ചിരിയിൽ ഞാൻ ഇങ്ങനെ വായിച്ചെടുക്കുന്ന ഒരു വാക്കുണ്ട്. അപ്പം എന്നോട് പറയും, മോനെ, ദിസ് ഈസ് എ ലവ് മാറ്റർ. ഇത് സ്നേഹത്തിന്റെ വിഷയമാണ്. ഇത് സ്നേഹത്തിന്റെ വിഷയമാണ്. വിശുദ്ധ ബൈബിൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ലവ് ലെറ്ററാണ്. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രണയ ലേഖനമാണ്. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടല്ലോ ഈ പ്രണയ ജോഡികൾ, പ്രത്യേകിച്ച് UK-യിൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പല ചെറുപ്പക്കാരികളും ഇങ്ങനെ വഴി നടക്കൽ പോകുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി പിടിച്ചാ പോകുന്നത്. ഒരാൾ വീണ് പോകുമെന്നുള്ളതല്ല, താങ്ങി പിടിച്ചാ പോകുന്നത്. അത് അവരുടെ പ്രണയത്തിൻ്റെ ആ മൂർധന്യതയിൽ അവർ നടന്നു നീങ്ങുന്ന ഒരു രീതി നമുക്ക് നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയട്ടെ, ക്രിസ്തുവുമായിട്ട് നാം പ്രണയബദ്ധരായി തീർന്നിട്ടുണ്ടോ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലത്തൊട്ടപ്പനും ആചാര്യനുമായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ കസിൻ, ലുധിയാന മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറായിരുന്ന ഡോക്ടർ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒടുവിൽ താൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ എൻ്റെ മാന്യ കേൾവിക്കാരോട്, ബ്രദർ ജെയിംസിനോട്, എൻ്റെ മാന്യ കേൾവിക്കാരോട് ഞാൻ ചോദിക്കുകയാണ്. ഹാവ് യു എവർ ഫാളൻ ഇൻ ലവ് വിത്ത് ജീസസ്? യേശുവുമായിട്ട് നിങ്ങൾ എന്നെങ്കിലും ഒരു പ്രണയബദ്ധതയിലായിട്ടുണ്ടോ? ബ്രദർ ജെയിംസ്, യേശുവുമായിട്ടുള്ള ആ സ്നേഹം നമ്മിൽ അത്ര ആഴമായി വർദ്ധിക്കുമ്പോൾ
ദൈവത്തിൻ്റെ വചനം എത്ര വായിച്ചാലും നമുക്ക് മതി വരില്ല. അവിടുത്തെ കൽപ്പനകളൊന്നും നമുക്കൊരു ഭാരമായി തോന്നില്ല. യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഇറ്റ് ഈസ് എ ലവ് മാറ്റർ. ഇത് സ്നേഹത്തിൻ്റെ വിഷയമാണ്. ഇനിയും ഞാൻ അതിനോട് ഒരു വിശദീകരണോടെ തരുവാൻ ആഗ്രഹിക്കുന്നു. ബ്രദർ ജെയിംസ് ചോദിച്ച ആ ചോദ്യം പലരും ചോദിക്കുന്നതാണ്. കാരണം എങ്ങനെയെങ്കിലും സ്നാനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്തെങ്കിലും ഒരു പഴുതുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്ന ആ അന്വേഷണത്തിൻ്റെ ഒരു ഫലമാണ് ആ ചോദ്യം. യേശു ക്രിസ്തു പഠിപ്പിച്ച മറ്റൊരു ഭാഗത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ലൂക്കോസ് 6:46 മുതൽ 54 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഇങ്ങനെ പഠിപ്പിച്ചു. യേശു പറഞ്ഞു, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. അവിടെ നാം വായിക്കുന്നു, വെള്ളപ്പൊക്കമുണ്ടായി, ഒഴുക്ക് വീടിനോടടിച്ചു, അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരുന്നത് കൊണ്ട് അത് ഒഴുക്കിനെ അതിജീവിച്ചു. എന്നിട്ട് യേശു പറയുക, എൻ്റെ വചനം കേട്ട് ചെയ്യാത്തവൻ മണ്ണിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യം. വെള്ളപ്പൊക്കമുണ്ടായി, ഒഴുക്ക് വീടിനോടടിച്ചു, അത് നിലം പൊത്തി, അതിൻ്റെ തകർച്ച വലിയതായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് എ ലൈഫ് മാറ്റർ. അത് ജീവന്റെ പ്രശ്നവും കൂടെയാണ്. സ്നേഹത്തിന്റെ വിഷയം മാത്രമല്ല, അത് ജീവന്റെ പ്രശ്നവും കൂടെയാണ്. ഒഴുക്ക് വരുന്നുണ്ട്, ഒഴുക്ക്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-1 നിന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യം. ഇറ്റ് ഈസ് എ ലൈഫ് മാറ്റർ. ഇത് ജീവന്റെ പ്രശ്നമാണ്. ഇത് നിത്യജീവന്റെ പ്രശ്നമാണ്. അവനെ അനുസരിക്കുവാൻ നമുക്ക് സമയം അനുവദിച്ചിട്ടും നമുക്ക് അനുസരിപ്പാൻ മനസ്സില്ല എങ്കിൽ ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ആഴം നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് ജീവന്റെ പ്രശ്നമാണ്. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച അവിടുത്തെ വചനത്തിന്റെ സത്യങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തെ ഒരു കടമയാണ് എന്ന് നാം മനസ്സിലാക്കണം. യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം മത്തായി സുവിശേഷം അതിൻ്റെ 21 അധ്യായത്തിൽ, മത്തായി സുവിശേഷം 7:21, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, എന്നെ അയച്ച് എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. മത്തായി 7:21 യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുക, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, എന്നെ അയച്ച സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇവിടെയും യാക്കോബിന്റെ ലേഖനം 1:22 യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ അത് ചെയ്യുന്നവരുമായിരിക്കും. നോട്ട് ഓൺലി ദ ഹിയറേഴ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ബട്ട് ഓൾസോ ദ ഡൂവേഴ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവജനം കേൾക്കുന്നവരായി മാത്രമല്ല, അത് അനുഷ്ഠിക്കുന്നവരുമായിരിക്കും. 1 യോഹന്നാൻ 2:17 നാം ഇങ്ങനെ വായിക്കുന്നു: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക. അപ്പോസ്തല പ്രവൃത്തി 5:29 ഈ പത്രോസിനെയും ശിഷ്യന്മാരെയും
ന്യായാധിപ സംഘത്തിന് മുമ്പിൽ വിളിച്ചു വരുത്തി അന്നത്തെ മഹാപുരോഹിതന്മാര് ഹന്നാവും കയ്യഫാവും അലക്സാണ്ടറും ഒക്കെ അവരൊക്കെ ഈ പത്രോസിനെ കർക്കശമായി തർജ്ജനം ചെയ്തു വിട്ടു. അവരോട് പറഞ്ഞ ഇതാണ്: യേശുവിൻ്റെ നാമത്തിൽ ഇനി അശേഷം മിണ്ടിപ്പോകരുത്. അപ്പോസ്തലപ്രവൃത്തി 5:29 പത്രോസ് അതിന് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. അതിന് പത്രോസ് മനുഷ്യരെക്കാൾ അധികം ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്നാണ് പത്രോസ് അവിടെ പറഞ്ഞത്. ദൈവത്തെ നാം അനുസരിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ വചനത്തെ നാം അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ കർത്താവ് ആയ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാകുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. കർത്താവിൻ്റെ ഒരു സ്നേഹിതരായി അവിടുന്ന് നമ്മളെ കാണുകയാണ്. അപ്പോൾ ഈ തിരുവെഴുത്തുകളുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന ഈ തിരുവെഴുത്തുകളുടെ പശ്ചാത്തലത്തിൽ ഇത് ദൈവത്തെ നാം അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ക്രിസ്തീയ സ്നാനം ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. അത് നാം അനുസരിക്കുവാൻ കടപ്പെട്ടവരാണ്. ഇത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും അനുസരണത്തിലും വിധേയത്വത്തിലും കഴിയുന്ന ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ട കൽപ്പനയാണ്. ഇത് കൽപ്പനയാണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പറേറ്റീവ്. ഇത് കൽപ്പനയാണ്. അധികാരമുള്ളവനെ കൽപ്പിക്കുള്ളൂ. കൽപ്പന നിഷേധിക്കുവാൻ പാടുള്ളതല്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എൻ്റെ കൽപ്പനയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. അപ്പോൾ ഈ സത്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് അനേകരുടെ കണ്ണുകളെ തുറക്കുവാൻ ഈ ചർച്ച മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും എൻ്റെ മാന്യ കേൾവിക്കാരോട് ഒരു വാക്ക്. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 22-ാം അധ്യായം 16-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിപ്പാൻ സമയമെടുക്കണം. അവിടെ അനന്യാസ് എന്ന ഒരുവൻ ശൗൽ എന്ന പിൽക്കാലത്ത് പൗലോസ്, സെയിന്റ് പോൾ, വിശുദ്ധ പൗലോസിനോട് തൻ്റെ മാനസാന്തരത്തെ തുടർന്ന് സംസാരിക്കുന്ന ഒരു വചനം വളരെ പ്രസക്തമാണ്. അവിടെ അനന്യാസ് പൗലോസിനോട് പറയുന്നു, പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവിക ദർശനം പ്രാപിച്ച് കണ്ണു കാണാൻ വയ്യാത്തവനായി 3 നാളിരുന്നു. അനന്യാസിനെ ദൈവം അവൻ്റെ അടുക്കൽ അയച്ചു, അവന് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. അങ്ങനെ പൗലോസിനു വേണ്ടി പ്രാർത്ഥിച്ചു. അനന്യാസ് പ്രാർത്ഥിച്ചു, അവൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ അനന്യാസ് പൗലോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എൻ്റെ മാന്യ കേൾവിക്കാരോടുള്ള എൻ്റെ വിനീതമായ ഒരു ചോദ്യമാണ്. അവിടെ നിന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: And now why are you waiting? Arise and be baptized and wash away your sins, calling on the name of the Lord Jesus. ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപം കഴുകിക്കളക. എഴുന്നേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങൾ കഴുകിക്കളക. ഇനി താമസിക്കുന്നതെന്ത്? ഈ തിരുവചന സത്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യമാക്കി തന്നിട്ടും ആ വചനത്തെ അനുസരിക്കുവാൻ ഇനി താമസിക്കുന്നതെന്ത്? ദൈവം തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരം നമുക്കിനി ലഭിച്ചില്ല എന്ന് വരാം. ദൈവസന്നിധിയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്
കർത്താവിനോടുള്ള അനുസരണത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവം മുമ്പാകെ സമർപ്പിപ്പാൻ സർവശക്തനായ ദൈവം എൻ്റെ മാന്യ കേൾവിക്കാർക്ക് സംഗതി വരുത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ഈ സത്യത്തെ പിന്തുടരുവാൻ ഉള്ള ആർജവം കാണിപ്പാൻ മാന്യ ശ്രോതാക്കൾ തയ്യാറാകട്ടെ എന്ന് ഉള്ള ആഹ്വാനത്തോടെ ഈ ചർച്ച ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ തിരുസാന്നിധ്യത്തോട് അടുത്തു വരികയാണ്. അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഇന്ന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ ഞങ്ങൾ അങ്ങയോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഈ തിരുവചന സത്യത്തെക്കുറിച്ചുള്ള ഈ മുഖാമുഖം പരിപാടി ഈ വെബ്സൈറ്റിലൂടെ ശ്രദ്ധിച്ചിരിക്കുന്ന ബഹുമാന്യരായ കേൾവിക്കാരുടെ ഉള്ളങ്ങളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച് സത്യത്തിൻ്റെ പരിജ്ഞാനം നൽകി കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ അങ്ങയുടെ കൽപ്പനകളെ അനുസരിച്ച് അവരുടെ വഴികളിൽ അവിടുത്തെ വഴികളിൽ നടക്കുവാൻ നിന്റെ മക്കൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരുടെ ഗണത്തിൽ ആയിരങ്ങളെ ഈ പ്രക്ഷേപണം വഴി അവിടുന്ന് ചേർത്ത് കൊള്ളേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, അല്പമാം ഈ ഉപകരണം കൊണ്ട് അല്പമായ ഈ സന്ദേശം കൊണ്ട് മഹത്തായ വേല അവിടുന്ന് നിവർത്തിച്ചെടുക്കേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയെ അവിടുന്ന് അനുഗ്രഹിക്കണം. ആയിരങ്ങൾക്ക് ഇത് അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങൾക്ക് ഒരുമിച്ച് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം, മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അവർ ജീസസ് ലേവ്സ് വെബ്സൈറ്റിൻ്റെ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കുവാനും ഞങ്ങളോടൊന്നിച്ച് അല്പസമയം ദൈവവചനത്തെ പറ്റിയും ബാപ്റ്റിസത്തെ പറ്റിയും ഞങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാനും അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അവർ ജീസസ് ലൈവ്സ് വെബ്സൈറ്റിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഈ തിരുവചന സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ വെബ്സൈറ്റുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. God bless you. Be a blessing.